മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്, നിന്നെ പോലീസുകാരല്ല മാർക്കോ കൊണ്ടുപോയിട്ട് തല്ലി ചതയ്ക്കും, അപ്പോൾ നീ തത്ത പറയും പോലെ കാര്യങ്ങൾ പറയും എന്ന് പറയും. അത് കേൾക്കുമ്പോൾ പ്രതാപൻ പറയേണ്ട, അതിനെന്താ അമ്മേ, എൻ്റെ മോള് സന്തോഷത്തോടെ ഇരിക്കുമല്ലോ, അവരുടെ ചോറിൽ കണ്ണുനീരാണ് ഓണത്തിന് വീണ്, അത് മാത്രം മതി എനിക്ക്, ഞാൻ കുറ്റം ഏറ്റെടുക്കും എന്ന് പറയണം കേട്ടോ. പിന്നീട് കണ്ണനും മഹി ഇങ്ങനെ എല്ലാവരെയും വിളിക്കുകയാണ് കേട്ടോ, ജാനമ്മയും എല്ലാവരെയും വിളിക്കും. പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. ആ സമയത്ത് മഹി പറയും, കണ്ണേട്ടാ എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എന്തായാലും ഒന്ന് വീട് വരെ പോയിട്ട് വരാം, എനിക്കാണെങ്കിൽ കുഞ്ഞിനെ കാണാതെ ഒരു മനസ്സമാധാനവും ഇല്ല, ഞാനൊന്ന് വിളിക്കുന്നത് തന്നെ വീഡിയോ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്, പക്ഷെ അവരാരും എടുക്കുന്നില്ലല്ലോ, നമുക്ക് എന്തായാലും ഒന്ന് പോകാമെന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് അവർ അങ്ങോട്ടേക്ക് വരികയാണ്. പിന്നീട് ആനന്ദവും മാർക്കോയും കൂടിയിട്ട് പോലീസുകാരെ കാണുകയാണ് കേട്ടോ. കണ്ടിട്ട് കാര്യങ്ങളെല്ലാം പറയണം, ഇങ്ങനെ കണ്ണൻ സാറിൻ്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ്, ഒരു പൊടി കുഞ്ഞല്ലേ, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ അവർ കുളിപ്പിച്ച് പുറത്ത് ഹാളിൽ കിടത്തിയിരുന്നതാണ്, ആരോ കൊണ്ടുപോയി, ഞങ്ങൾ ഇതുവരെയും അന്വേഷിച്ചു, ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയുമ്പോൾ ചോദിക്കുന്നുണ്ട് പോലീസുകാരൻ, നിങ്ങൾ പൊടി കുഞ്ഞിനെ നോക്കണ്ടേ, അവരെവിടെ ചോദിക്കുമ്പോൾ അവർ ഓഫീസിൽ പോയിരിക്കുകയാണ്, ഒരു പുതിയ ജോലിക്കാരി ഉണ്ടായിരുന്നു, എൻ്റെ ഭാര്യ ബാത്റൂമിലും പോയിരിക്കുകയായിരുന്നു എന്നിങ്ങനെ ആനന്ദ് പറയുകയാണ്. അതേസമയം പോലീസുകാരൻ പറയുന്നുണ്ട്, എന്തായാലും ശരി, ഞങ്ങളൊന്ന് അന്വേഷിക്കാം, മാർക്കോ നിനക്ക് ഈ ചുറ്റുവട്ടമൊക്കെ അറിയുന്നതല്ലേ, നീ എന്തായാലും ഒന്ന് അന്വേഷിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അതേസമയം കണ്ണനും മഹിയും കൂടിയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ലേഖ കാണുകയാണ് കേട്ടോ. ലേഖ പെട്ടെന്ന് തന്നെ അവരെ കണ്ടതും ലേഖ, ജാനമ്മേത് അവർ വന്നു, ഇനി ഞാൻ എന്താ ചെയ്യുക പറഞ്ഞിട്ട് ആകെ ഓടി ഒളിക്കുകയാണ് കേട്ടോ. പക്ഷേ ജാനമ്മ പുറത്തേക്ക് വരികയാണ്. ജാനമ്മയെ കണ്ടതും മഹി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ജാനമ്മ, എന്താണ്, കുഞ്ഞ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ ജാനമ്മയുടെ മുഖമൊക്കെ വളരെ വെളുത്ത് കരയായിരിക്കും കേട്ടോ. അതേസമയം കണ്ണൻ ചോദിക്കുന്നത് എന്താ പറ്റിയത് ചോദിക്കുമ്പോൾ ജാനമ്മ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയും. കുഞ്ഞിനെ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് കിടത്തി, കുഞ്ഞിനെ കാണാനില്ല, പിന്നെ വന്ന് നോക്കുമ്പോഴെന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ തന്നെ മഹി അങ്ങനെ, എവിടെ എൻ്റെ കുഞ്ഞ് എവിടെ, എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും. പിന്നെ അങ്ങനെ മഹി അങ്ങനെ ബോധം കെട്ട് വീഴണം കേട്ടോ. ബോധം കെട്ടിട്ട് അവർ പിടിച്ചുകൊണ്ട് സോഫയിൽ കിടത്തിയിട്ട് വെള്ളമൊക്കെ തെളിക്കുകയാണ്. വെള്ളമൊക്കെ തെളിച്ച് കഴിഞ്ഞ് കണ്ണ് തുറന്നതും, കണ്ണേട്ടാ എൻ്റെ കുഞ്ഞ് എവിടെ, എൻ്റെ മോളെവിടെ എന്ന് പറഞ്ഞ് മഹി വാവിട്ട് കരയുകയാണ് കേട്ടോ. ആ വാവിട്ട് കരയുന്നതെല്ലാം ലേഖ മുകളിലിരുന്ന് കേൾക്കുന്നുണ്ട്. ലേഖയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് നിസ്സഹായ അവസ്ഥയാണ് ലേഖ. അതേസമയം മഹി എവിടെ, അവളെവിടെ എന്ന് ചോദിച്ചിട്ട് പോവുകയാണ് കേട്ടോ. കണ്ണൻ പറയുന്നുണ്ട്, നീ ഇതൊരു സമാധാനപ്പെടും, മോളെ എവിടെയും പോയിട്ടുണ്ടായില്ല മഹി എന്ന് പറയുകയാണ്. പക്ഷേ മഹിയുടെ കരച്ചിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല, കാരണം ഒരു പെറ്റമ്മയ്ക്കാണല്ലോ അതിൻ്റെ വേദന. പെട്ടെന്ന് തന്നെ മഹി മുകളിലേക്ക് പോകുമ്പോൾ ലേഖ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓടിപ്പോയിട്ട് എവിടെടി എൻ്റെ മോളെവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ലേഖ ഒന്നും പറയില്ല, ലേഖ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോൾ മഹി പോയി ലേഖയുടെ അടുത്ത് കഴുത്ത് പിടിച്ച് ചോദിക്കണ്ടേ, എവിടെ എൻ്റെ മോളെവിടെ, ഞങ്ങൾ ഓഫീസിൽ കൊണ്ടുപോകാതെ ഇരുന്നത് നീ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്, വീട്ടിലേക്കും നൂലുകെട്ട് കഴിഞ്ഞ് കൊണ്ടുപോകാതിരുന്നത് നിനക്ക് കുഞ്ഞിനോട് സ്നേഹമുണ്ട് എന്ന് കരുതിയിട്ടാണ്, നിനക്ക് അവളെ നോക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, എവിടെ കുഞ്ഞ് എവിടെ എന്ന് ചോദിച്ചിട്ട് ലേഖയെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ. അത് കണ്ടുകൊണ്ട് കണ്ണൻ അങ്ങോട്ടേക്ക് വരികയാണ്. കണ്ണൻ പറയുന്നുണ്ട്, മഹി നീ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അതേസമയം ലേഖ ഒന്നും പറയുന്നില്ല, ലേഖയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല, അത്രയും കരയുകയാണ് കേട്ടോ. പിന്നീട് മഹിയെ പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് കണ്ണൻ. അതിനുശേഷം ലേഖയോട് ചോദിക്കുക, എന്താ പറ്റി ലേഖയെ എന്ന് ചോദിക്കുമ്പോൾ ലേഖ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കണ്ണൻ ആകെ ദേഷ്യത്തോട് കൂടിയിട്ട് ജാനമ്മയോടും ചോദിക്കുന്നുണ്ട്, കണ്ണൻ കുഞ്ഞിനെ നോക്കാൻ 2-3 പേരുണ്ടായി, എന്നിട്ടും എൻ്റെ കുഞ്ഞ് എവിടെ എന്ന് ചോദിച്ചിട്ട് മഹിയവും അതുപോലെ കണ്ണനും ആകെ മൊത്തം കരയുകയാണ് കേട്ടോ. വേസ്റ്റിൻ്റെ സ്ഥലത്ത് ഭിക്ഷക്കാരൻ വരികയാണ് കേട്ടോ. ഭിക്ഷക്കാരൻ വന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നു കേട്ടോ. കുഞ്ഞിനെ കണ്ടതും ഭിക്ഷക്കാരൻ അങ്ങനെ ആ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോവുകയാണ് കേട്ടോ. 4 പാടും നോക്കിയിട്ട് കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദുർഗ ഇങ്ങനെ ഇരുന്ന് കരയണം. ആ സമയത്താണ് മഞ്ജു അങ്ങോട്ടേക്ക് വരിക കേട്ടോ. മഞ്ജു വന്നിട്ട് പറയും, അമ്മേ ഏട്ടനും ഏടത്തെയൊക്കെ അറിഞ്ഞു കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അവർ 2 പേരും ആകെ മരിച്ചു പോയിട്ടുണ്ടാകുമല്ലോ, ഇനി എന്താ ചെയ്യുക, ആരോടാ അന്വേഷിക്കുക, അവരന്വേഷിക്കാൻ പോയിട്ടുണ്ട്, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയണം. ഒരുപാട് സമയമായല്ലോ, എൻ്റെ കുഞ്ഞിനെ എന്ത് പറ്റി എന്ന് പറഞ്ഞ് ദുർഗയും മഞ്ജു അതേപോലെ കരയണം കേട്ടോ. പക്ഷേ ഇവർ സംസാരിക്കുന്നതെല്ലാം കരുണ ഒളിഞ്ഞു നിന്ന് കേൾക്കും പോലെ നിൽക്കും. അത് കാണുമ്പോൾ മഞ്ജു ചോദിക്കും, എന്താടി നീ ഒളിഞ്ഞു നിന്ന് കേൾക്കുമെന്ന് ചോദിച്ചപ്പോൾ, അല്ല ഞാനതൊന്നും അല്ല, ഞാൻ ശരിക്കും ഇങ്ങോട്ടേക്ക് വന്നതാണ്, ഒന്ന് വിളിക്കുമോ നീ ചേച്ചി, ഒന്ന് വിളിക്കുകയോ ചോദിക്കും. എന്തിനാടി, എന്നിട്ട് അതിന് ശേഷം നിനക്ക് മുകളിൽ പോയി പറയാൻ വേണ്ടിയിട്ടോ, നിൻ്റെ അച്ഛനോ അതുപോലെ നിൻ്റെ അമ്മാവനോ എന്തെങ്കിലും ഇതിൽ ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ പോലീസുകാരല്ല, മാർക്കോയും ലോപ്പസും വന്ന് അവരെ കൊത്തി അരിയും എന്നിങ്ങനെ പറയണം കേട്ടോ. മഞ്ജു ദേഷ്യത്തോട് കൂടിയിട്ട് പറയുകയാണ്.
ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, അമ്മാവൻ്റെ കാര്യം എനിക്കറിയില്ല, എൻ്റെ അച്ഛൻ എന്തായാലും ചെയ്യില്ല, എൻ്റെ അച്ഛൻ ഏതായാലും ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഈ കാര്യമൊന്നും ചെയ്യില്ല എന്ന് പറയുകയാണ്. എന്തായാലും ശരി, കുഞ്ഞിനെ നീ അറിയാതെ ഒരു കാര്യവും സംഭവിക്കില്ല എന്ന് പറയുകയാണ്. നീ ഇറങ്ങിപ്പോടി, നീ ഇനി വിളിച്ചിട്ട് ഭാര്യ അറിയാതെയാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് മഞ്ജു ദുർഗയും കൂടി വഴക്ക് പറയണിട്ട്. അത് കേൾക്കുന്ന സമയത്ത് കരുണ ഭയങ്കര ചിരിയോട് കൂടിയിട്ട് മുകളിലേക്ക് വരികയാണ്. ഭയങ്കര ചിരി പറഞ്ഞാൽ ഒരുപാട് ചിരിയാണ്, സന്തോഷം കൊണ്ട് ചിരിക്കുകയാണ്. അതിനുശേഷം ഉണ്ണിയോട് വന്നിട്ട് പറയുന്നുണ്ട്, നീയേ എപ്പോഴും എൻ്റെ അച്ഛൻ മണ്ടനാണെന്നല്ലേ പറയുക, അവിടെ മാറത്തടിയും നെഞ്ചത്തടിയും ഒക്കെ തുടങ്ങി, അവരൊക്കെ കരയാൻ തുടങ്ങി. എന്തായാലും അവർ ഓണത്തിന് കണ്ണീരും ഞാൻ സന്തോഷം, എപ്പോഴും നീ മണ്ടനാണെന്നല്ലേ പറയുന്നത് എന്ന് ചോദിക്കുക. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എപ്പോഴും പല പ്രാവശ്യം പല കാര്യങ്ങളും ചെയ്യുന്നതാണല്ലോ, സന്തോഷിക്കാൻ വരട്ടെ, കുറച്ച് നേരം കൂടി കഴിയട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എന്തായാലും ശരി, അതിനുശേഷം നിൻ്റെ അച്ഛനെ ഞാൻ അഭിനന്ദിക്കുക എന്ന് പറയും. നിൻ്റെ അഭിനന്ദനമൊന്നും വേണ്ട, എൻ്റെ അച്ഛനെ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചെയ്തത് എന്നിങ്ങനെ കരുണ പറയുകയാണ് കേട്ടോ ഉണ്ണിയോട്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഭിക്ഷക്കാരനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് അതിൻ്റെ ഉള്ളിലിങ്ങനെ ഉണ്ടാവും കേട്ടോ. പിന്നെ കരുണ പറയുന്നുണ്ട്, ഇനിയും രക്ഷപ്പെട്ട് ആ കുഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ദൈവമായിരിക്കും, ആ പണിക്കാർ ശരിയല്ലാത്ത കാരണമാണ്, അല്ലെങ്കിൽ പാൽപ്പൊടിയിൽ പാല് വിഷം കലർത്തി എൻ്റെ അച്ഛൻ കൊടുത്തത് ആ കുഞ്ഞ് കുടിച്ചിരുന്നതാണെങ്കിൽ ആ കുഞ്ഞ് മരിച്ചേനെ, പക്ഷെ അതുണ്ടായില്ലല്ലോ. പിന്നെ ഇനി രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ദൈവമായിരിക്കണം എന്നിങ്ങനെ കരുണ പറയുകയാണ് കേട്ടോ. എന്തായാലും ശരി, നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.